കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കോൺഗ്രസ് പിന്തുണയിൽ ആണെന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ച് തൃശൂർ മുൻ DCC ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു. പാലോട് രവിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തൃശൂർ DCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയായിരുന്ന P. യതീന്ദ്രദാസിന്റെ പരാമർശം. മക്കളും ഭാര്യമാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന എത്ര നേതാക്കൾ കോൺഗ്രസിൽ തൃശൂരിൽ ഉണ്ട് എന്നാണ് യതീന്ദ്രദാസ് ചോദിക്കുന്നത്. തൃശൂരിൽ നിന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയാനായി ശരത് ഓങ്ങല്ലൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, സ്വന്തം കുടുംബമടക്കം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയുന്ന എത്ര കോൺഗ്രസ് നേതാക്കൾ തൃശൂരിൽ ഉണ്ട് എന്നാണ് മുൻ DCC ഭാരവാഹിയായ യതീന്ദ്രദാസ് ചോദിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാലോട് രവി പറഞ്ഞതിന്റെ മറ്റൊരു വേർഷനായിട്ട് യതീന്ദ്രദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണാം. മനു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. പാലോട് രവി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടതും അതിനെതിരെ പാലോട് രവിയിൽ നിന്ന് DCC പ്രസിഡന്റ് സ്ഥാനം എഴുതി വാങ്ങിയതും നമ്മൾ കണ്ടിരുന്നു. പാലോട് രവിക്ക് പിന്തുണയായിട്ടാണ് ജില്ലയിലെ A ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയായിട്ടുള്ള യതീന്ദ്രദാസ്, P. യതീന്ദ്രദാസ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: പാലോട് രവി നടത്തിയ വിലയിരുത്തലാണോ തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തെയും പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്ന ചില പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയുന്ന കാര്യമാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ 3ാം സ്ഥാനത്ത് പിന്തള്ളി സുരേഷ് ഗോപി വിജയിച്ചിരുന്നു. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ എത്ര നേതാക്കളുടെ കുടുംബങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ് വ്യക്തമായി അദ്ദേഹം ചോദിക്കുന്നത്. ബ്ലോക്ക് മണ്ഡലം നേതാക്കളുടെ ഭാര്യമാരും മക്കളും ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ഫോട്ടോയാണ് പല ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രൊഫൈൽ പിക്ചറാക്കി ഉപയോഗിക്കുന്നത്. ഇത് തടയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് മാത്രമേ വാർത്തയാകുന്നുള്ളൂ. അത് മാത്രമാണ് ഹൈക്കമാൻഡ് അറിയുകയും ചെയ്യുന്നത്. എന്നാൽ പ്രാദേശിക നേതാക്കളിൽ എത്ര പേർ BJPയിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് വല്ല നിശ്ചയവുമുണ്ടോ എന്ന് യതീന്ദ്രദാസ് തുറന്നടിക്കുകയാണ്. ജില്ലാ, ബ്ലോക്ക്, സംസ്ഥാന നേതൃത്വങ്ങളെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് DCCയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള P. യതീന്ദ്രദാസിന്റെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, A ഗ്രൂപ്പിന്റെ നേതാവ് കൂടി, ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള A ഗ്രൂപ്പ് നേതാവ് കൂടിയാണ് ഈ P. യതീന്ദ്രദാസ് എന്ന് പറയുന്നത്. എന്തായാലും സജീവമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണോ? ഇപ്പോഴും സജീവമായി പാർട്ടിയിലുള്ള ആൾ തന്നെയാണോ? മനു, കഴിഞ്ഞ പുനഃസംഘടന വരെ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. നിലവിൽ ഇപ്പോഴും സജീവമായിട്ട് ചാവക്കാട് പുന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് P. യതീന്ദ്രദാസ്. എന്തായാലും യതീന്ദ്രദാസിന്റെ പരാമർശം കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾക്ക് കാരണമായേക്കും. കാരണം നിലവിൽ തന്നെ BJPയുടെ MP ആയിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കാനുള്ള കാരണം കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയാണെന്ന് കാലങ്ങളായി പറയുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ മുൻ ജനറൽ സെക്രട്ടറി, DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള യതീന്ദ്രദാസ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ട്, കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം നേതാക്കളുടെ എത്ര കുടുംബാംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, തങ്ങളുടെ കുടുംബാംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ എന്ന വളരെ പ്രധാനമായ ഒരു ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത്. മനു.